എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും A+ വിന്നേഴ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. +2 ബിസിനസ് സ്റ്റഡീസിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക് 9ാം പാഠത്തിലെ ക്യാപിറ്റൽ സ്ട്രക്ചർ ആൻഡ് ഇറ്റ്സ് എസെൻഷ്യൽ ഫീച്ചേഴ്സ്. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണ്, അതിൻ്റെ എസെൻഷ്യൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നു. അപ്പോൾ A+ വിന്നേഴ്സ് എന്ന് പറയുന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നോട്ടിഫിക്കേഷൻ എളുപ്പം ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ബട്ടൺ അമർത്തുക. നമ്മുടെ ടോപ്പിക്കിലേക്ക് എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ നോക്കാം. Capital structure refers to the mix between owners fund and borrowed fund. Owners fund ഉടമസ്ഥരുടെ ഫണ്ട് ആൻഡ് ബോറോഡ് ഫണ്ട് കടം മേടിക്കുന്നത്. രണ്ട് രീതിയിലുള്ള പണമേ ഉള്ളൂ. ഒന്ന് ഉടമസ്ഥരുടെ പണം, അല്ലാത്തത് കടം മേടിക്കുന്ന പണം. കാരണം ഈ രണ്ട് ടേമും ഇനി ത്രൂ ഔട്ട് ഉപയോഗിക്കാൻ പോവുകയാണ്. അതാണ് നിങ്ങൾക്ക് ഇത്രയും ക്ലിയർ ചെയ്യാൻ പറഞ്ഞത്. ഓണേഴ്സ് ഫണ്ട് ഉടമസ്ഥരുടെ, അത് ഷെയർ ഇഷ്യൂ ചെയ്തൊക്കെ വാങ്ങിക്കുന്നതാണ് ഓണേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത്. ബോറോഡ് ഫണ്ട് പണം കടം മേടിക്കുകയാണ്. ക്യാപിറ്റൽ സ്ട്രക്ചർ റെഫേഴ്സ് ടു ദ മിക്സ് ഓർ കോമ്പോസിഷൻ ഓഫ് ലോങ് ടേം സോഴ്സ് ഓഫ് ഫണ്ട്സ് സച്ച് ആസ് ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്. ഇതിൻ്റെ ഒരു മിക്സ് അല്ലെങ്കിൽ കോമ്പോസിഷൻ, ഒരുമിച്ച് ചേരുന്നത് അല്ലെങ്കിൽ ഈ അളവ് ഓഫ് ലോങ് ടേം സോഴ്സ് ഓഫ് ഫണ്ട്സ്, ദീർഘകാല ഫണ്ട്, അതെന്തൊക്കെയാണെന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കി, സച്ച് ആസ് ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, ഡിബഞ്ചേഴ്സ് എക്സെട്ര. Capital structure or financial structure of a company refers to the type of securities to be issued and proportionate amount that make up the capitalization. Capitalization മറ്റൊരു പേരാണ് ഫിനാൻഷ്യൽ സ്ട്രക്ചർ. ക്യാപിറ്റൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്ട്രക്ചർ. അപ്പോൾ ഫിനാൻഷ്യൽ സ്ട്രക്ചറിലെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണെന്ന് ചോദിച്ചാൽ, റെഫേഴ്സ് ദ ടൈപ്പ് ഓഫ് സെക്യൂരിറ്റീസ്, എന്ത് തരം സെക്യൂരിറ്റി ടു ബി ഇഷ്യൂഡ്, വെളിയിലേക്ക് കൊടുക്കണം, ആൻഡ് ഏത് പ്രപ്പോർഷനിലായിരിക്കണം എമൗണ്ട് മേടിക്കേണ്ടത്, ഏത് പ്രപ്പോർഷനിൽ. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഓൺഡ് ഫണ്ട് എത്ര വേണം, ബോറോഡ് ഫണ്ട് എത്ര വേണം, ഇത് തമ്മിലുള്ള പ്രപ്പോർഷൻ എത്ര ആയിരിക്കണം ക്യാപിറ്റൽ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി എന്നുള്ളതാണ് ക്യാപിറ്റൽ സ്ട്രക്ചറിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഗേഴ്സൺബർഗിൻ്റെ ഒരു നല്ല ഡെഫിനിഷനാണ്. ഇനിയും ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് ആൻ എൻ്റർപ്രൈസ് മേ കൺസിസ്റ്റ് ഓഫ് എനി വൺ ഓഫ് ദ ഫോളോയിങ്. ഒന്ന്, ഇക്വിറ്റി ഓൺലി, അതായത് ഓണേഴ്സിൻ്റെ ഫണ്ട് മാത്രം ഉപയോഗിച്ചു. രണ്ട്, ഇക്വിറ്റി ഷെയർസ് ആൻഡ് പ്രിഫറൻസ് ഷെയർസ്, അവിടെയും ഒരു പരിധിയിൽ കൂടുതൽ ഓൺഡ് ഫണ്ടും കുറച്ച് ബോറോഡ് ഫണ്ട് വരുന്നുണ്ട്. ഇക്വിറ്റി ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്, അടുത്തത് ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്. തേർഡ് വൺ, ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, ഡിബഞ്ചേഴ്സ് ആൻഡ് ലോങ് ടേം ലോൺസ്, അവിടെ പകുതി ഓണർഷിപ്പും പകുതി ബോറോഡുമാണ്. അടുത്തതിലേക്ക്, ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദി ഫിനാൻഷ്യൽ മാനേജർ ടു സീ ദാറ്റ് there is optimum capital structure. ഏറ്റവും നല്ലതായിട്ടുള്ള ക്യാപിറ്റൽ സ്ട്രക്ചർ ആണെന്ന് ഉറപ്പുവരുത്തേണ്ടത് ഫിനാൻഷ്യൽ മാനേജർ ഡ്യൂട്ടിയാണ്. എ ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് സെഡ് ടു ബി ഓപ്റ്റിമം when the proportion of debts and equity is such that it result in minimizing overall cost of capital and maximizing the value of the firm. ഏറ്റവും നല്ല ക്യാപിറ്റൽ സ്ട്രക്ചർ ആണെന്ന് എങ്ങനെ ഉറപ്പുവരുത്താം, അല്ലെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചാൽ, അവിടെ ഒറ്റ കാര്യമുള്ളൂ, പ്രപ്പോർഷൻ ഓഫ് ഇക്വിറ്റി ആൻഡ് ഡെപ്റ്റ് ക്യാപിറ്റൽ പ്രപ്പോർഷൻ തീരുമാനിക്കും. എങ്ങനെ? ദാറ്റ് ഇറ്റ് റിസൾട്ട്സ് ഇൻ മിനിമൈസിങ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. പണം സ്വരൂപിക്കാൻ വേണ്ടി ഏറ്റവും കുറച്ച് പൈസ ചിലവാക്കുക, അല്ലെങ്കിൽ മൂലധന ശേഖരണത്തിന് വളരെ കുറച്ച് പൈസ ചിലവാക്കുന്നതോടൊപ്പം തന്നെ മാക്സിമൈസിങ് ദ വാല്യൂ ഓഫ് ദ ഫേം, സ്ഥാപനത്തിൻ്റെ വില ഉയരുകയും ചെയ്യണം, അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ മൂല്യം ഉയരുകയും ചെയ്യണം. ദ പ്രപ്പോർഷൻ ഓഫ് ഡെപ്റ്റ്സ് in the overall capital is called financial leverage. ഇതിൻ്റെ പ്രപ്പോർഷൻ വിളിക്കുന്ന പേരാണ് ഫിനാൻഷ്യൽ ലെവറേജ് എന്ന് പറയുന്നത്. ഓവറോൾ ക്യാപിറ്റലിൻ്റെ പ്രപ്പോർഷൻ വിളിക്കുന്ന പേരാണ് ഫിനാൻഷ്യൽ ലെവറേജ്, പ്രപ്പോർഷൻ ഓഫ് ഡെപ്റ്റ്. ഫിനാൻഷ്യൽ ലെവറേജ് ഈസ് ഈക്വൽ ടു ഡെപ്റ്റ് ബൈ ഇക്വിറ്റി ഓർ ഡെപ്റ്റ് ബൈ ഡെപ്റ്റ് പ്ലസ് ഇക്വിറ്റി. അപ്പം ഓൺഡ് ക്യാപിറ്റൽ ഇൻക്ലൂഡ്സ് equity shares and preference shares, and borrowed capital അല്ലെങ്കിൽ debt capital includes loans, debentures and bonds. ക്യാപിറ്റലൈസേഷനും ക്യാപിറ്റൽ സ്ട്രക്ചറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? Capital structure should be differ from capitalization. Capitalization refers to total long-term investment in the company, whereas capital structure means the composition of such investment. Capitalization എന്ന് പറഞ്ഞാൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ദ കമ്പനിയാണ്. കമ്പനിക്കകത്ത് എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഏത് രീതിയിലാണ് ഇത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഈ ഇൻവെസ്റ്റ് ചെയ്ത പണം ഏത് രീതിയിലാണ് വന്നിരിക്കുന്നത്, ബോറോഡ് ആണോ ഓൺഡ് ആണോ, അതിച്ചൂടെ നിങ്ങൾക്ക് ക്ലിയർ ആവും അടുത്ത വരി വായിക്കുമ്പോൾ.
Capitalization refers to the quantity of fund, while capital structure refers to the quality of fund. Capitalization എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ക്വാണ്ടിറ്റി ഉണ്ടെന്നേ നോക്കുകയുള്ളൂ, എത്ര പണം ഉണ്ട്, നമ്മുടെ കയ്യിൽ എത്ര മൂലധനം ഉണ്ടെന്ന് മാത്രമേ നോക്കുകയുള്ളൂ. എന്നാൽ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ അത് നോക്കുന്നത് ഓൺഡ് ഫണ്ടാണോ ബോറോഡ് ഫണ്ടാണോ എന്നാണ്. ക്യാപിറ്റൽ ഗിയറിംഗ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലിവറേജ് അല്ലെങ്കിൽ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി സ്ഥിരമായി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഷോർട്ട് ആൻസറാണ് ഈ പല വാക്കുകളിൽ പറഞ്ഞിരിക്കുന്നത്. ക്യാപിറ്റൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലിവറേജ് അല്ലെങ്കിൽ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. ക്യാപിറ്റൽ ഗിയറിംഗ് ഡിറ്റർമിൻസ് the proportion of various securities in the capitalization. Capital gearing determines the proportion of various securities in the capitalization. ഏത് പ്രപ്പോർഷനാണ് വേണ്ടത്, ക്യാപിറ്റലൈസേഷനകത്ത് ഏത് പ്രപ്പോർഷനിലാണ് വേണ്ടത് എന്നുള്ളത് തീരുമാനിക്കും. എ കമ്പനി ഈസ് സെറ്റ് ടു ബി ഹൈലി ഗിയർഡ്. ഏതാണ് ഏറ്റവും നല്ല ക്യാപിറ്റൽ ഗിയറിംഗ് ഉള്ളത്? വെൻ ദ പ്രപ്പോർഷൻ ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ ഈസ് വെരി സ്മോൾ. ഇക്വിറ്റി ക്യാപിറ്റൽ വളരെ കുറയണം, ഓൺഡ് ക്യാപിറ്റൽ വളരെ കുറയണം. സിമിലർലി എ കമ്പനി ഈസ് ലോ ഗിയർഡ് വെൻ ദ പ്രപ്പോർഷൻ ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ ഈസ് ഹൈ. ഇക്വിറ്റി ക്യാപിറ്റൽ കാരണം ഒരുപാട് ആളുകൾ ചേർന്ന് ഇതിനെ ഭരിക്കുന്നതെങ്കിൽ അവിടെ ലോ ലെവറേജ് ആണ്. ഇൻ അതർ വേർഡ്സ്, ഗിയറിംഗ് ഇസ് ഡിറ്റർമിൻഡ് ബേസ്ഡ് ഓൺ ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റീസ് ഇൻ ദ ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റൽ സ്ട്രക്ചറിനകത്ത് ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റി എത്ര വരുന്നു അതിനെ ആശ്രയിച്ചാണ് ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ഗിയറിംഗ് തീരുമാനിക്കുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് അതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സാണ്. എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ആൻ അപ്രോപ്രിയേറ്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ആൻ അപ്രോപ്രിയേറ്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഷുഡ് ഹാവ് ദ ഫോളോയിങ് എസെൻഷ്യൽ ഫീച്ചേഴ്സ്. താഴെ പറയുന്ന സ്വഭാവ ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. ഒന്ന്, മാക്സിമൈസ് ഷെയർ ഹോൾഡേഴ്സ് റിട്ടേൺ. മാക്സിമം റിട്ടേൺ ഷെയർ ഹോൾഡേഴ്സിന് ലഭിക്കണം. മാക്സിമം, ചെറുതല്ല, മാക്സിമം റിട്ടേൺ ഷെയർ ഹോൾഡേഴ്സ് ലഭിക്കണം. റെഡ്യൂസ് റിസ്ക് ടു ദ മിനിമം. അവർക്കുണ്ടാകുന്ന റിസ്ക് കുറയണം. മാക്സിമം റിട്ടേൺ എന്ന് പറഞ്ഞാൽ കൂടുതൽ ലാഭം ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം. റെഡ്യൂസ് റിസ്ക് ടു മിനിമം, ഏറ്റവും കുറഞ്ഞ നഷ്ടം അവർക്ക് വരാൻ സാധ്യത ഉണ്ടാകാൻ പാടുള്ളൂ. ഫ്ലെക്സിബിലിറ്റി ഇൻ ദ സ്ട്രക്ചർ ഓഫ് ക്യാപിറ്റൽ. ക്യാപിറ്റലിൻ്റെ സ്ട്രക്ചറിനകത്ത് ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകണം. അതായത് ഒരു സ്റ്റിക്ക് ഓൺ ചെയ്ത പൊസിഷൻ അല്ല, മറിച്ച് അതിൻ്റെതായുള്ള വ്യതിയാനങ്ങൾക്ക് വരുത്താൻ തയ്യാറാണ്. എൻഷുർ എഫക്റ്റീവ് കൺട്രോൾ ഓൺ ദ ഓർഗനൈസേഷൻ. അവിടെയാണ് നമ്മൾ ഓൺഡ് ക്യാപിറ്റലും ബോറോഡ് ക്യാപിറ്റലും ഏത് വേണമെന്ന് ആലോചിക്കുന്നത്. നല്ല കൺട്രോൾ വേണമെന്നുണ്ട് എങ്കിൽ ഓൺഡ് ക്യാപിറ്റൽ കുറച്ചും ബോറോഡ് ക്യാപിറ്റൽ കൂടുതലുമായിരിക്കണം. നേരെ തിരിച്ചായി കഴിഞ്ഞാൽ ഒരുപാട് ഓണേഴ്സ് ഉണ്ടാവുകയും എല്ലാവരും ചേർന്നതിനെ കൺട്രോൾ ചെയ്യുകയും ചെയ്യും. മെയിൻറ്റെയിൻ സോൾവൻസി ആൻഡ് എഫിഷ്യൻസി. സോൾവൻസി എന്ന് പറഞ്ഞാൽ കൂട്ടുകാർക്ക് മനസ്സിലാവും. എന്തെങ്കിലും ആവശ്യം വന്നാൽ അതിന് കൊടുക്കാനുള്ള ക്യാഷ്, ലിക്വിഡ് ക്യാഷ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് സോൾവൻസി എന്ന് പറയുന്നത്. മെയിൻറ്റെയിൻ സോൾവൻസി, അത് ക്ലിയറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. എപ്പോഴും കടം പറയാതെ നഷ്ടമില്ലാത്ത രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ആൻഡ് എഫിഷ്യൻസി, കമ്പനിയുടെ കാര്യപ്രാപ്തി മെയിൻറ്റെയിൻ ചെയ്യുക. എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഉള്ള റിസോഴ്സസിനെ ഏറ്റവും നല്ലതായി ഉപയോഗിക്കുക എന്നർത്ഥം. പ്രോപ്പർ ഡെപ്റ്റ് ഇക്വിറ്റി ഫിനാൻസ്. പ്രോപ്പറായിട്ടുള്ള ഡെപ്റ്റ് ഇക്വിറ്റി ഫിനാൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ഉറപ്പുണ്ട് പലതവണ നിങ്ങളിത് കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ക്ലിയർ ആവുകയുള്ളൂ. അപ്പോൾ അങ്ങനെ കാണുവാനും കൂട്ടുകാർക്ക് പങ്കിട്ട് കൊടുക്കാനിടയാകട്ടെ. എല്ലാ വിജയാശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.